ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞ് യാത്രാ വീഡിയോ ആണ് കേട്ടോ. ഞാനും മോനും കൂടെ ബസ്സിൽ കയറി ടൗണിലേക്ക് പോവുകയാണ്. മോൻ്റെ അച്ഛൻ ഇപ്പോൾ ടൗണിലുണ്ടാവും. അപ്പം ഞങ്ങളോട് ഉച്ചയാകുമ്പോഴത്തേ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞാണ്. ഇതേ നിൽക്കുന്നു, പച്ച ഷർട്ടിട്ടതാണ് നമ്മുടെ താരം. അങ്ങനെ അച്ഛനും മോനും കൂടെ ഞങ്ങൾ പോയിരിക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ്. കണ്ടോ, ഫുള്ള് അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് കച്ചവടക്കാരാണ്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പല പല സാധനങ്ങളുണ്ട്. നമുക്ക് ചീപ്പ് റേറ്റിന് നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ഞാൻ വെയിലിൻ്റെ ഓരം ചേർന്ന് വെയിലപ്പുറമാണ് ഇപ്പുറത്തോടെയൊക്കെ നടന്ന് അങ്ങനെ പോവുകയാണ്. കാര്യമായിട്ട് 2-3 സാധനങ്ങൾ വാങ്ങാണ്ട്, അതാണ് അജണ്ട. പക്ഷേ അജണ്ടയെ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. ഈ ആഴ്ച പുതിയതായിട്ട് കണ്ടതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ടൗണിൽ പോയപ്പോൾ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിഫൻ ഷൈനും അലക്ക് സോപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ SM-ൻ്റെ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ സൺഡേയും തിരക്കാണ്. എപ്പോൾ പോയാലും തിരക്കാണെന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നോക്കുമ്പോൾ അച്ഛനും മോനും ഇവിടെ എന്തോ ഷർട്ടൊക്കെ നോക്കി നിൽക്കുന്നു. സംഭവം വാങ്ങാനൊന്നുമല്ല, പക്ഷേ എന്ന് പോയാലും ഇതിങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം ഞങ്ങൾ അജണ്ടയെ പറഞ്ഞ ആദ്യത്തെ കാര്യമാണിത്. മോനൊരു വാച്ച് വേണം. അങ്ങനെ വാച്ച് വാങ്ങാൻ പോയി. വാച്ച് നോക്കി അവന് ഇഷ്ടപ്പെട്ട വാച്ച് എടുക്കാൻ പറഞ്ഞ് ഇവനൊരു 10-12 എണ്ണം നോക്കിയെടുത്ത്. അത് വേണോ ഇത് വേണോ നോക്കി. പക്ഷേ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. അപ്പം നമുക്കിഷ്ടപ്പെട്ട വാച്ച് വാങ്ങാൻ. നല്ല റേറ്റ് കുറവാണെങ്കിലും നല്ല നല്ല വാച്ചുകളുണ്ട്. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് അവൻ വാച്ച് വാങ്ങിച്ചു. ഈ വാച്ചാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ മറന്നപ്പോൾ വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ. അതിനുശേഷം നമ്മൾ 5 രൂപ മുതൽ 50 രൂപ വരെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ കയറി. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കണ്ടാൽ വേണ്ടാത്തതും വേണ്ടതും എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു വേണ്ടത്. അപ്പം ഞങ്ങൾ അതൊക്കെ ഇവിടുന്ന് പെറുക്കി കൂട്ടിയെടുത്ത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എപ്പോൾ പോയാലും തിരക്കുണ്ടാകും. കാരണം ഇവിടെ ഇഷ്ടംപോലെ ആൾ വരുന്നൊരു സ്ഥലവുമാണ്. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഒരു കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ കുക്കറൊക്കെ നോക്കി ഒരു കുക്കർ സെറ്റാക്കി അത് വാങ്ങി. അതും വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു എന്താ പറയുക, മീൻ വറക്കുന്ന ഒരു ഇൻഡാലിയം പോലെയുള്ള ഒരു തവ ഉണ്ട്. അത് വാങ്ങാൻ വേണ്ടി പോയി. അത് നോക്കി അതും വാങ്ങിച്ച് തിരിച്ച് നമ്മളെന്താ പറയുക സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്ന്. സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ കുറേ ബനിയാനുകളും ട്രൗസറുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കണ്ടപ്പോൾ അവിടെ പോയി കുറേ തപ്പി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂൾ ബാറിൽ കയറി. 3 പപ്സും അതുപോലെ സിനിയേട്ടൻ ചായയും ഞാനൊരു ലൈമും മോനൊരു അവിൽ മിൽക്കും പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് മോനെ ബസ് കയറി വിടാനാണ്. മോൻ ബസ്സിനാണ് വീട്ടിലേക്ക് പോകുന്നത്. കാരണം 3 ആൾക്ക് ബൈക്കിൽ വരാൻ പറ്റാത്തതിനെ കൊണ്ട് അവനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറ്റി വിട്ടു. അതിനുശേഷം ഞാനും സുനിയേട്ടനും കൂടെ ബൈക്കിന് വന്നു. ഇപ്പോൾ പാളയത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇനി അവിടുന്ന് പപ്പായ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ എവിടെ ഉണ്ടോയെന്നൊക്കെ നോക്കി കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ പപ്പായ കിട്ടിയത് കേട്ടോ. അവിടെ പോയി പപ്പായ വാങ്ങിച്ചു. അന്നപ്പോഴത്തേക്ക് മോൻ മുന്നിലുള്ള ബസ്സിൽ പോയിട്ടുണ്ട്. നമ്മൾ ആ ബസ്സിൻ്റെ ഏകദേശം ബാക്ക് പിടിച്ച് പോകണം എന്നാണ് വിചാരിച്ച്. അങ്ങനെ അപ്പം ആകുമ്പോൾ 2 ആൾ ഒരേ സമയത്തെത്തല്ലോ. അപ്പോൾ അതാ ഈ കടയിൽ കയറി പപ്പായ വാങ്ങിച്ചു. വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങിച്ചില്ല. പപ്പായയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പപ്പായ വാങ്ങിച്ചു. നേരെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ പൂച്ചക്കുട്ടന്മാർക്കുള്ള ഫുഡും അവർക്ക് കഴുത്തിലിടാനുള്ള ബാൻഡൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ കണ്ടോ, നേരെ കാണുന്നത് മോൻ കുക്കറും പിടിച്ച് നിൽക്കുന്ന. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവൻ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവനെയും കൂട്ടി നേരെ സാധനങ്ങൾ വാങ്ങാനുള്ള കടയിലേക്ക് പോകാൻ നിന്ന്. അവൻ നടക്കുന്ന ഭാഗത്ത് കുറച്ചപ്പുറം തന്നെയാണ് കേട്ടോ കട. അപ്പം അവനോട് അങ്ങോട്ട് നടക്കാനും പറഞ്ഞതാ ആ കാണുന്ന കടയിൽ പോയി ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ.
ഞാനും മോനും ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ മൂന്നാളാണ് പോയത്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളോട്ടായതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ബൈക്കിനാണ് പോയത്. ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടതാ സ്പീഡിൽ ഞങ്ങളെ വീട്ടിലേക്ക് എത്താനായി. ഞങ്ങൾ വീട്ടിലില്ലെങ്കിലും വീട്ടിൽ ആളുണ്ടാവും കേട്ടോ. പിള്ളേരൊക്കെ കളിക്കാൻ വരുന്നതിനെ കൊണ്ട് ആരെങ്കിലും കൊലായിലുണ്ടാകും. വാതിലൊന്നും തുറക്കൂല കേട്ടോ. അവർ കൊലായിൽ അവിടെ ഇരുന്ന് കളിക്കും ഞങ്ങളെ. ഇതാ ഇവിടെയാണ് നമ്മളെ വീട്. ഇപ്പോൾ വീട്ടിലെത്തി വേഗം തന്നെ ഞാൻ അകത്ത് കയറി ലാവീനെ ജോനെ ഒക്കെ നോക്കി വേഗം ലൈറ്റ് ഇട്ട് കൊടുത്തു. കാരണം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇരുട് കൂടിയിരുന്നു. കണ്ടോ മൂന്നാളിരിക്കുന്നത്. അങ്ങനെ ഇതാണ് അവർക്ക് വാങ്ങിയ ബാൻഡ് കേട്ടോ. ഇത് മോനൂന് വാങ്ങിയ വാച്ചാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ലോഗ് എടുക്കൽ ശ്രമമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.